ഇതിനകത്ത് തന്നെ ചായക്കട കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. കുറച്ച് നേരമായി നടക്കുന്നു, ഇതുവരെയും കണ്ടു കിട്ടിയില്ല. നല്ല ബൈക്കിൻ്റെ ബാറ്ററിയും കണ്ടുപിടിക്കാൻ പറ്റിയ നന്നായിരുന്നു. ഇന്നലെ പോയ KFCയുടെ ഷോപ്പ്, ഇന്നലത്തെ KFC വൻ പൈതാപാതമായിരുന്നു കേട്ടോ. ചീസ് ബ്രസ്റ്റ് പറഞ്ഞ് സ്വാഭാവികമായി നല്ലധികം ചീസ് ഉണ്ടായിരിക്കും, പക്ഷേ ഇത് ഞങ്ങളായിട്ട് നിറച്ചു. എന്തായാലും കുറേ ഫാർമസികളുണ്ട്. ഒരു ചായക്കട ഇവിടെ അവിടെ കെറ്റിലില്ലാതെ പോയി, ഇല്ലെങ്കിൽ ഞാൻ തന്നെ അവിടെ കാട്ടുണ്ടാക്കി കുറിച്ചാണ്. അങ്ങനെ അവസാനം ഒരു ചായക്കട കിട്ടി. നല്ല ചായയായിരുന്നു, പറയാതിരിക്കാൻ വയ്യല്ലോ. എവിടെ കൈ കഴുകുന്ന സ്ഥലം? കുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാട്ടോ. അടിപൊളി. ഒന്ന് ട്രൈ ചെയ്തോ. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഇന്നലെ വണ്ടിയുടെ ഒരു ചെറിയ മിസ്സിങ് ഉണ്ടായിരുന്നു. ആ മിസ്സിങ് ഞങ്ങൾ എന്താണെന്ന് തപ്പി നോക്കുകയായിരുന്നു. ബാറ്ററി ഇഷ്യൂ ആണോ എന്താണെന്ന്. ബാറ്ററി ഡൗൺ ആയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും നല്ല സമയമില്ല നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും പുതിയ ബാറ്ററി വിചാരിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാറ്ററി വാങ്ങിക്കാൻ നേരെ പോയത് അതിവിടെ ഒരു മാർക്കറ്റിലായിരുന്നു. ഞങ്ങളത് കഴിഞ്ഞിട്ട് ബാറ്ററി വാങ്ങിച്ചു. കൊക്കോൻ്റെ മെക്കാനിക്കൽ സ്കിൽസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ട് അത് ഒരു ബൈക്ക് വർക്ക്ഷോപ്പ് തുടങ്ങുന്നതിന് വേണ്ടി ശക്തമായി ആലോചിക്കുന്നുണ്ട്. 2700 രൂപയ്ക്ക് അവർ തന്നത് നല്ല ഒരു റീസണബിൾ പ്രൈസിങ് ആയിരുന്നു. മെക്കാനിക്കിനെ കണ്ടു കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ മെക്കാനിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തുടങ്ങി. അല്ല, ഈ ഇടയ്ക്ക് ചിലപ്പോൾ നല്ല ഭംഗിക്ക് സ്ട്രെയിറ്റ് ഇരിക്കുന്നത് കാണാണ്ട. ഇത് സ്ട്രെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്കൊരു ഓറിയൻറ്റേഷൻ കറക്റ്റാണ്. ഓറിയൻറ്റേഷൻ കുഴപ്പമില്ല, ഉള്ള ഓറിയൻറ്റേഷനിൽ പോവാം. കമോൺ. ഓക്കെ, കുക്കു ഇറങ്ങല്ലേ? ഒന്ന് പ്രാർത്ഥിച്ചോ. ഓ നോ. ഇതാണ് മുസാഫിർപൂർ ടൗൺ. ഇത് ഇങ്ങനെയല്ല, കുറച്ചുകൂടി നല്ല ടൗണാണ്. ഇത് കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറിയിട്ടുള്ള സ്ഥലമാണ്. അത് കാരണമാണ് ഇത്രയും തിക്കുന്നതൊക്കെ കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ടുള്ള നല്ല റോഡുകളൊക്കെ ഉള്ള വഴിയാണ്. ഇങ്ങോട്ട് എത്തുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ഈ ബീഹാർ BJP ജയിച്ചതിന് ശേഷം നല്ല സെക്യൂരിറ്റിയാണ് ഈ ഭാഗത്തൊക്കെ എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു രാത്രിയൊക്കെ കംപ്ലീറ്റ് പെട്രോളിങ്. എന്താണ് ഇത്രയും പെട്രോളിംഗ് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും പെട്രോളിംഗ് വന്നത്. എന്തെങ്കിലും മിസ്സാപ്പുകൾ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാലത്തേക്ക് ഉണ്ടാകുമായിരിക്കുന്നു തോന്നുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നല്ല ഇറങ്ങി. കുക്കുണ്ട് വണ്ടി ശരിയായി, സമാധാനമായി. അത് ഞങ്ങൾ എണീറ്റതും പിടിച്ചതൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ പറഞ്ഞ 1 മണിയായി. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയാണ് സമയം. ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് പറ്റിയ ഇവിടെ നിന്ന് ഇന്നലെ വൈകുന്നേരം വരുന്ന സമയത്ത് ഏകദേശം 50 കിലോമീറ്റർ മുന്നെയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ ഇഷ്യൂ ഉണ്ടായത്. അപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ ബാറ്ററിയുടെയാണ് ഇഷ്യൂ എന്ന് മനസ്സിലായി. ഞങ്ങൾ എൻ്റെ ബാറ്ററി കടകളിലൊക്കെ തപ്പി നോക്കി. പക്ഷേ ഹൈവേസിലൊന്നും ബാറ്ററിയുടെ വലിയ ഷോപ്പുകൾ കണ്ടില്ല.
കാരണം ഒന്ന് എനിക്ക് തോന്നുന്നു വൈകുന്നേരം 7 മണിക്ക് ശേഷം ഇവിടെയൊക്കെ അടവാണെന്ന് തോന്നുന്നു. ലോറി വർക്ക്ഷോപ്പുകളിലൊക്കെ കയറി നോക്കി, പക്ഷേ അതെല്ലാം ടെക്നിക്കൽ സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇലക്ട്രിക്കൽ സൈഡിലുള്ള വർക്ക്ഷോപ്പുകൾ വളരെ കുറവായിരുന്നു. എന്തായാലും ഇന്ന് സിലിഗുരിയിലേക്കാണ് പോകുന്നത്. സിലിഗുരി എന്ന് പറയുന്നത് ഞാനൊക്കെ ചിക്കൻ നെക്ക് എന്ന് എപ്പോഴും പറയാറുള്ള ഒരു സംഭവമാണ്. ഇന്ത്യയുടെ മെയിൻലാൻഡ് ഇന്ത്യയും ഈസ്റ്റ് കോസ്റ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഈ സിലിഗുരി എന്ന് പറയുന്നത്. ഞാൻ പല പ്രാവശ്യം അവിടെ പോവുക ഉണ്ടായിട്ടുണ്ട്. ഭൂട്ടാനിലൊക്കെ പോകുന്ന സമയത്ത് സിലിഗുരിയിൽ നിന്ന് ജയ്ഗാവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഫ്ലൈറ്റിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ബഗ്ദോദ്ര എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ് നമ്മൾ ഫ്ലൈറ്റിൽ ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് കാർ പിടിച്ചിട്ട് വേണം സിലിഗുരി വഴി ഭൂട്ടാനിലേക്ക്, ജയ്ഗാവ് വഴി നമ്മൾ ഭൂട്ടാനിലേക്ക് എത്താനായിട്ട്. നോർത്ത് ഈസ്റ്റിലേക്ക് പോവുകയാണെങ്കിലും ഇതുവഴി പോകുന്നതാണ് സൗകര്യം. അല്ലാതെ തന്നെ ഓരോ സ്റ്റേറ്റിലും നമുക്ക് അതിനുള്ള എയർപോർട്ടുകളുണ്ട്. പക്ഷേ ചെറിയ ഫ്ലൈറ്റുകളായിരിക്കും. ഡൽഹി പോയിട്ട് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റുകൾ എടുക്കേണ്ടി വരും. അതാണ് ഈസിയറും കാശ് കുറവും. ഇല്ല, ഡയറക്റ്റ് ഫ്ലൈറ്റ് ഫ്രം ഗുവാഹത്തി അറൗണ്ട് 55,000 രൂപയൊക്കെ ചിലപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സിലിഗുരി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ മണിക്ക് എത്തുമെന്ന് അറിയത്തില്ല. എന്തായാലും 400 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിലും അങ്ങോട്ട് എത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിഗുരി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇന്ന് സിലിഗുരിയിൽ ബോബ് എംസിയുടെ കണക്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. പറ്റിയെല്ലാം അത് അറ്റൻഡ് ചെയ്യണമെന്ന് പ്ലാനുണ്ട്. പക്ഷേ നോട്ട് കൺഫേംഡ്. എന്തായാലും പോകും. താമസിച്ച സ്ഥലത്തു നിന്ന് പക്ഷേ ഞങ്ങൾ എടുത്തത് ഇതാണ്. അപ്പോൾ എത്രമാത്രം മറ്റുള്ള റോഡുകൾ ചിലപ്പോൾ നല്ലതായിരിക്കാം. എന്തായാലും അവിടെ ലോക്കലി ചോദിച്ച സമയത്ത് ഈ റോഡ് കുഴപ്പമില്ല, 4-5 മണിക്കൂറിനുള്ളിൽ എത്തുമെന്നുള്ളൊരു സജഷനാണ് പറഞ്ഞത്. പക്ഷെ നല്ല ട്രാഫിക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയൊന്നും അറിയത്തില്ല. സിലിഗുരിക്ക് ഏകദേശം 300 കിലോമീറ്ററാണ് ഇത്. രാത്രി 8:30 പറഞ്ഞിരിക്കുന്നത്. 300 കിലോമീറ്റർ 304 കിലോമീറ്ററാണ് കാണിച്ചിരിക്കുന്നത്. എത്തുന്ന സമയം പറഞ്ഞിരിക്കുന്നത് 8:30. നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സമയം ഒരു മണിക്കൂറോളം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്ത് കഴിഞ്ഞാൽ 9:30 എത്തുക. അത്രയും ഓടിക്കുമെന്നറിയില്ല. തണുപ്പൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ നേരത്തെ കിടക്കണമെങ്കിൽ നേരത്തെ നിർത്തണമെങ്കിൽ ചിലപ്പോൾ നേരത്തെ നിർത്തും. എന്തായാലും നമുക്ക് ഇതെന്തായാലും ബാക്ക് സീറ്റിൽ ഇരുന്ന് പിന്നെ ചാരിക്ക് ഇരുന്നിട്ടാണ് പോകുന്നത്. കുറച്ചുകൂടി അഗ്രസീവ് സീറ്റിംഗ് പോസ്റ്ററാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിലേക്കായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എൻ്റെ ബാക്കിലേക്ക് ചാരിയിട്ടൊക്കെയാണ് ഇരിക്കാറ് സാധാരണ നിലയ്ക്ക്. പതി 70-80 സ്പീഡിൽ പോകാനേ കേട്ടോ. കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ രാത്രിയിലത്തെ തണുപ്പ് വലിയ പ്രോബ്ലം തോന്നുന്നില്ല. എൻ്റെ ട്രെയിൻ ജാക്കറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടിട്ട് പോകുമ്പോൾ അപ്പോൾ അത് കാരണം രാത്രി ഓടിക്കുന്നതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ട്. നല്ല ലൈറ്റുമാണ്. എനിക്ക് രാത്രി ഓടിക്കുന്നതിൽ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അങ്ങനെ വലിയ എല്ലാവരും പറയും രാത്രി ഓടിക്കുന്നത് അപകടമാണ്. ഇവിടെ പോയി പറഞ്ഞ് ലിഞ്ചിങ് ചെയ്യും, ആളുകൾ തട്ടിപ്പറിക്കും, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞത്. എനിക്കിതുവരെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പോകുന്നത് പലതും ഈ മെയിൻ ഹൈവേക്കടെ ആയതുകൊണ്ടും ടൗണിൻ്റെ ഉള്ളിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതുകൊണ്ട് എപ്പോഴും ആൾ സഞ്ചാരമുണ്ട് എന്നുള്ളതുകൊണ്ടും പിന്നെ ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെയുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ പറയുള്ളൂ. അങ്ങനെ ഇന്ന സ്ഥലത്തേക്കാണ് പോകണമെന്നുള്ളൊരു പ്ലാൻ നമ്മൾ കൊടുക്കത്തില്ല. അതുപോലെ തന്നെ
ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നതൊക്കെയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. കിഷൻഗഞ്ച് സ്ട്രേറ്റ്, ഹരാറിയ 165, സിലിഗുരി 353. ആദ്യത്തെ ബോർഡ് കണ്ടിട്ടായിരുന്നു സിലിഗുരിൻ്റെ ആദ്യത്തെ ബോർഡായിരുന്നു അത്. കുക്കു വെള്ളം കുടിക്കാനായിട്ട് നിർത്താമെന്ന് തോന്നുന്നുണ്ട്. കുക്കു കുറച്ച് ഫ്രണ്ടിൽ പോയിരിക്കുക, ഞാൻ കുറച്ച് സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മെല്ലെ പോകുന്നതുകൊണ്ട് കുക്കുവിൻ്റെ അടുത്ത് ഞാൻ വന്ന് നീ സ്പീഡിൽ പോയിക്കുക, ഞാൻ മെല്ലെ കാച്ചപ്പ് ചെയ്തോളാം തന്നു. ഭക്ഷണം ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ കുറച്ചൊന്ന് ഫ്രണ്ടിൽ പോയിട്ടെന്ന് പറഞ്ഞു. ഈ ഓട്ടോ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ടൗണുകളിൽ ചെറിയ ഓട്ടോ ആയതുകൊണ്ട് അതിന് സ്പേസ് നീട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് സ്പേസ് വീതിയിൽ കൺസ്യൂം ചെയ്യത്തില്ല. റോട്ടിൽ തന്നെ കുറേയധികം വണ്ടികൾ, ചെറിയ ഇടുങ്ങിയ വഴികളാണെങ്കിലും മറ്റുള്ള വണ്ടികൾക്ക് പോകാനുള്ള സ്പേസ് ഇത് ഭയങ്കര നല്ല ഉപകാരമുള്ള ഓട്ടോയാണ്. ഇലക്ട്രിക് ഓട്ടോ ആണ്. നമ്മുടെ നാട്ടിൽ അധികം വന്ന് കണ്ടിട്ടില്ല. നമ്മുടെ അവിടെ നോർമൽ ഓട്ടോസാണല്ലോ ഇപ്പോഴുള്ളൂ. ക്രോസ് ചെയ്ത് പോയിട്ട് ഞാൻ നിർത്തി വെള്ളം കുടിക്കുന്നുണ്ടാകുന്ന ഞാൻ കുറച്ച് വെള്ളം കുടിച്ചാൽ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ചായ വേണ്ട, ഞാൻ മെല്ലെയാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം നീ ബാക്കിൽ പിന്നെ ഫോളോ ചെയ്ത് വന്നാൽ മതി, എന്നെ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സ്ലോലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾ സ്ലോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേസിന് കുക്കു എൻ്റെ കൂടെ വന്നോളൂ. ഇല്ലെങ്കിൽ കുക്കു എപ്പോഴും ഭയങ്കര സ്ലോയിൽ പോകേണ്ടി വരും എൻ്റെ കൂടെ വരികയാണെങ്കിൽ. അത് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ സ്പീഡിലാണ് വണ്ടിയിൽ വരാമല്ലോ. ദാഹജലം കിട്ടിയതായിരുന്നു മുമ്പോട്ട് നിന്നപ്പോൾ. ഞാൻ എൻ്റെ ബാഗ്, ക്യാമൽ ബാഗ്, ഹൈഡ്രേഷൻ ബാഗ്, അത് ബാക്കിൽ ബോക്സിൽ വെച്ചിരിക്കുക. വല്ലപ്പോഴും എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് കോശി ബ്രിഡ്ജ് 56, ഗുവാഹത്തി 813. കഴിഞ്ഞ പ്രാവശ്യം വന്ന ആക്സിഡൻ്റായിട്ട് എന്നെ കാലൊടിഞ്ഞായിരുന്നു. അപ്പോൾ അത് പിന്നെ എന്നെ എയർപോർട്ടിൽ, ഗുവാഹത്തി എയർപോർട്ടിൽ എന്നെ ഫ്ലൈറ്റിൽ കയറ്റി നാട്ടിൽ കൊണ്ടുവന്ന കോയമ്പത്തൂരാണ് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട്. അപ്പോൾ ഗുവാഹത്തിയിലേക്ക് ഇനി 800 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. പണി നടക്കുന്നുണ്ട്. സംഭവം ഇങ്ങനെ പാച്ചിങ് ആണ്. പക്ഷെ പാച്ചിങ് ഭയങ്കര മോശം പാച്ചിങ് ആണെന്ന് പറയാതെ വയ്യ.
ഗതാഗതമാണ്. ഇതിനൊക്കെ ഹൈവേ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ കഷ്ടമാണ്. 4 ലൈനാണ് എന്തായാലും വെട്ടിച്ച് പോകേണ്ടുന്ന അവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ നാടെത്തുമ്പോഴും അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതി അറിയണമെങ്കിൽ, നല്ല രാഷ്ട്രീയക്കാരാണോ അല്ലയോ എന്നറിയണമെങ്കിൽ അവിടുത്തെ റോഡുകളൊന്നും നോക്കിയാൽ മതി. ഹൈവേയിൽ പോലും തിരിമറി നടത്താൻ പറ്റുന്ന ആളുകളുള്ള സ്ഥലമാണെങ്കിൽ സാധാരണ റോഡുകളുടെ കാര്യവും അവിടെ ജീവിക്കുന്ന ആളുകളുടെ കാര്യം പറയേണ്ട കാര്യമല്ലല്ലോ. എന്നാലും ചില സ്ട്രെച്ചുകളിൽ നല്ല റോഡുകൾ ഇതേപോലെ വലിയ കുഴപ്പമില്ല കിട്ടിയിട്ടുണ്ട്. ദൂരം വളരെ മോശമായി. മുന്നോട്ട് തന്നെ ഇനി എത്ര കിലോമീറ്റർ? 850. ഈ റോഡ് സൈഡിൽ കൂടെ തന്നെ പാരലായിട്ട് തന്നെ റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. ഇത് ബ്രിഡ്ജും കാണാം നമുക്ക്. റെയിൽവേ ട്രാക്കിൻ്റെ ട്രെയിൻ കാണാം. നല്ല രസമായി. അത്യാവശ്യം വലിയ ബ്രിഡ്ജാണല്ലോ. ഏതാണ് മതി ഇത്? ഈ ഭാഗങ്ങളിലെല്ലാം ബ്രിഡ്ജ് കൂടുതലായി ഇരുമ്പോണ്ടുണ്ടാക്കിയ ബീഹാർ സൈഡിലൊക്കെ വന്ന് ഇപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ ഇരുമ്പോണ്ടുണ്ടാക്കിയ ബ്രിഡ്ജുകൾ പത്നിലൊക്കെ പോയി കഴിയുമ്പോൾ അതെ അവിടുത്തെ വലിയ ബ്രിഡ്ജെല്ലാം ഡബിൾ ഡെക്കറായിട്ട് ഇതേപോലെ ഇരുമ്പോണ്ടുണ്ടാക്കിയ ബ്രിഡ്ജുകളാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. സബർബൻ ട്രെയിനാണ് നല്ലത്. റോഡൊന്ന് നന്നായണ്ടേ സമാധാനമായി. മറ്റേത് നമുക്ക് തീരെ ഒന്ന് സ്പീഡ് എടുക്കാനും പറ്റില്ല. എല്ലായിടത്തേക്കും വെട്ടിച്ച് കഴിയുമ്പോൾ ബാക്കിൽ നിന്ന് കൊണ്ടിരിക്കുമെന്ന് പേടി. അപ്പം എല്ലാ സ്ഥലങ്ങളിലും ബാറ്റായിരുന്നു. ഏത് സൈഡാണ് മോശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സൈഡിലും മോശമായിട്ട് ഒരു വഴി കൂടി എല്ലാത്തിൻ്റെയും മുകളിൽ കൂടെ കയറി ഇറക്കി അല്ലെങ്കിൽ കുഴി കൂടെ ഇറക്കി കൊണ്ടുപോകാനുള്ളത് മാത്രമായിരുന്നു ഓപ്ഷൻ. അതിനിപ്പോൾ വലിയ കുഴപ്പമില്ല, നല്ല റോഡായിരുന്നു. സൈഡിൽ കൂടെ റെയിൽവേ പാലം ഇങ്ങനെ നടന്നുകൊണ്ട് റെയിൽവേയുടെ ട്രാക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് ക്യാമറ നല്ല മിറർ നല്ല ചുറ്റുമായിരുന്നു. വർക്ക്ഷോപ്പിൽ കയറ്റിയതാണ്. ഈ ടൗണിൻ്റെ ഇപ്പോൾ കയറ്റാൻ പറ്റി. എന്തെങ്കിലും കഴിക്കാനുള്ള സ്ഥലം തപ്പണം. അല്ലാത്ത ഉപ്പ എനിക്ക് നല്ല ഉപ്പായിട്ട് തോന്നുന്നത്. പക്ഷെ കുഴപ്പമില്ല, അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. ഉപ്പ് ഞാനവിടെ ക്ഷമിച്ചു. അതെ, ഇത് ഓർത്തിട്ട് നോക്കിയാ ചമ്മന്തിപ്പൊടിയാ. എന്നിട്ട് കഴിക്കാം.
ഇവിടെ എത്ര കിലോമീറ്റർ? 210 ആണ് ഗൂഗിളിൽ കാണിക്കുന്നത്. പക്ഷേ മാപ്പിൽ കാണിക്കുന്നത് 205. 8 മണിക്ക് 8:30 എത്തുന്നാണ് പറയുന്നത്. ഇത് ലേറ്റ് ആവുന്നതിന് മുന്നേ ഭക്ഷണം കഴിച്ചാൽ നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എങ്ങനത്തെ സ്ഥലമാണ് എന്ന് പറയാൻ പറ്റില്ല. വഴിയിൽ ഇതേപോലെ വല്ല ഹോട്ടലുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇവിടുന്ന് അതുവരെ കുറച്ച് മോശം റോഡാണെന്നാണ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിലിഗുരി നല്ലതെന്ന് തോന്നി. കഴിഞ്ഞ മഴയ്ക്ക് ഈ റോഡ് മോശമായതേ. എന്തായാലും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മെല്ലെ ഇനി ചായയും കൂടിയും കുടിച്ചിട്ട് പുറപ്പെടാം. ഇതേ കുക്കു ദേ ചായ ഇട്ട് വന്നിരിക്കുന്നു. എവിടെ കുക്കു? ചായ മാത്രമേ കാണാനുള്ളൂ. കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡാണെന്നാണ് പറഞ്ഞത്. കുക്കുവിൻ്റെ വണ്ടിയുടെ ലൈറ്റിന് വീണ്ടും ചെറിയ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അത് പുതിയ ബാറ്ററി വാങ്ങിച്ച ബാറ്ററിക്കല്ല. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് അതിൻ്റെ ലൈറ്റിൻ്റെ വയറിങ്ങിനാണ്. ലൈറ്റ് ഓണാക്കിയപ്പോഴാണ് ബാറ്ററിയുടെ ചാർജ് കുറയുന്നു വന്നിട്ട് അതിൻ്റെ ഉള്ള ഇൻഡിക്കേഷൻ വന്നത്. അപ്പോൾ അത് നാളെ ഒന്ന് പറ്റിയ ഇലക്ട്രീഷ്യനെ കാണിച്ചിട്ട് അത് കാണിച്ച് ബൈക്കിൻ്റെ റിപ്പയർ വർക്ക് ഇലക്ട്രിക്കൽ ചെയ്യുന്ന ആളെ കാണിക്കുകയോ അല്ലെങ്കിൽ ഷോറൂമിൽ കാണിക്കുകയോ ചെയ്യേണ്ടി വരും. അല്ലാതെ മുന്നോട്ട് പോകുന്നത് മിക്കവാറും പ്രാക്ടിക്കലാകാൻ സാധ്യതയില്ല. നല്ല മഞ്ഞുണ്ട്. അത് ഈ കാണുന്ന മൂടമഞ്ഞ് പോലെയും മഞ്ഞും പുകയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഒരു ലൈറ്റ് യെല്ലോ കവറിങ് ഡോഗിൻ്റെ ഉണ്ട്. വെള്ള ലൈറ്റാണ്. അതിൻ്റെ മുകളിൽ മഞ്ഞ കവറിങ് ആഡ് ചെയ്തു. അപ്പോൾ അത് കാരണം ഒന്നുകൂടി വിസിബിലിറ്റി നന്നായിട്ടുണ്ട്. കുക്കുവിൻ്റെ ഓൾറെഡി അതിനെ കൺവേർട്ട് ചെയ്യാവുന്ന ടൈപ്പാണ്. എൻ്റെ പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ക്യാപ്പുകളാണ്. വെള്ളയും അതേപോലെ തന്നെ ബ്ലാക്കും കളറിലുള്ള ക്യാപ്പുകളാണ്. അപ്പോൾ ഞാനത് വെള്ള മാറ്റി മഞ്ഞ ഇട്ടു. ബ്ലാക്ക് നമ്മൾ തീരെ ലൈറ്റ് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പകൽ വേണമെങ്കിൽ ഇടാവുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാനിപ്പോൾ മഞ്ഞയിലേക്ക് മാറ്റി. അപ്പോൾ ഒന്നുകൂടി കംഫർട്ടബിളായി മഞ്ഞത്തെ വണ്ടി ഓടിക്കാൻ. വിസിബിലിറ്റി കുറച്ചും കൂടി എന്ന് വേണം പറയാൻ. കുക്കുവിൻ്റെ ലൈറ്റിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ആകുമെന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിൽ ഉണ്ട്. അത് വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഈ വഴിയിലൊന്നും ഒന്ന് മെക്കാനിക്കിനെ കിട്ടാനുള്ള പ്രയാസം. 2 ഹോട്ടൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ തീരെ കുറവാണ്. വണ്ടി തള്ളി തന്നെ കൊണ്ടുപോകേണ്ടി വരും. എവിടെയും വർക്ക്ഷോപ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് നോക്കാം. എൻ്റെ മിറർ വീണ്ടും അത് ഊരുകയാണ്. അതൊന്ന് ടൈറ്റ് ചെയ്യണം. മഞ്ഞ് വരുന്നു. ഭയങ്കര തണുപ്പും കോടമഞ്ഞും ആണ് ഇപ്പോൾ നിലവിൽ. ലൈറ്റ് രണ്ടും മഞ്ഞയാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും നോക്കാം. ഒരു 5-10 മിനിറ്റും കൂടി നോക്കാം. വിസിബിലിറ്റി കുറയാണെങ്കിൽ മഞ്ഞയാക്കി നോക്കേണ്ടി വരും. തീരെ വിസിബിലിറ്റി കുറയാണെങ്കിൽ വണ്ടി നിർത്തുകയോ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും പമ്പിലോ എവിടെയെങ്കിലും കിടക്കുകയോ വേണ്ടി വരാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മഞ്ഞുണ്ട്. 2 ഈ തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ആളുകൾ തീ കത്തിക്കും ചൂട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മഞ്ഞ് കണ്ടോ, ഇത്രയും കട്ടിക്ക് മഞ്ഞാണ്. ഹരാരിയ ടൗണ്, ഹോസ്പിറ്റല്, കളക്ട്രേറ്റ്, അതിൻ്റെ അവിടേക്കുള്ള ലെഫ്റ്റ് കഴിഞ്ഞു.
ഇനി ഇവിടുന്ന് 4 കിലോമീറ്റർ കഴിഞ്ഞാൽ സിലിഗുരിക്ക് ലെഫ്റ്റാണ് കാണിക്കുന്നത്. 3.8 കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ 138 കിലോമീറ്ററാണ്. നല്ല റോഡാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതുവരെയുള്ള റോഡ് അത്രയും നല്ലതായിരുന്നില്ല, സുഖകരമല്ലായിരുന്നു. പക്ഷേ ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റി. രാത്രി ഇങ്ങനെയുള്ള കുഴിക്കട വണ്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമായും രാത്രിയും പകലും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കുന്നോളം തൃശ്ശൂർ വഴിയിലൂടെ കാലങ്ങളായി വണ്ടി ഓടിക്കുന്നതായതുകൊണ്ട് ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞ് ഞങ്ങൾ തള്ളി. തമാശ അവിടെ ഇരിക്കട്ടെ, നമ്മൾ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്. ഇവിടെ നമ്മളുടെ കുന്നോളം പോലെയല്ലേ അല്ല, തൃശ്ശൂർ പോലെയല്ല, നല്ല മൂടൻ മഞ്ഞും ഇവിടെയുണ്ട്. നമ്മൾ മൂന്നാർ പോയാൽ മാത്രം കാണുന്ന ആ സാധനം ഇവിടെയുണ്ട്. അതാണ് അടുത്തൊരു പ്രശ്നം. എല്ലാ സ്ഥലങ്ങളിലും ഇല്ലാതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഫുൾ കണ്ണ് കാണാത്ത രീതിയിലേക്ക് മൂടമഞ്ഞ് വരും. അപ്പോൾ എപ്പോഴും കോൺസ്റ്റൻ്റായിട്ടൊരു സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. മൂടമഞ്ഞ് കുറച്ച് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് നല്ല തിക്ക് മൂടമഞ്ഞ് വന്ന് നമുക്ക് ഒട്ടും റോഡ് കാണാത്ത ലെവലിലേക്ക് വരും. അപ്പോൾ അത് കാരണം ശ്രദ്ധിച്ച് തന്നെ മെല്ലെ തന്നെ പോകാൻ പാടുള്ളൂ. വണ്ടിയുടെ ചെയിൻ ലൂസായിട്ടുണ്ട്. നാളെ വണ്ടിയുടെ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യണം, മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അലൻ്റെ ഇലക്ട്രിക്കൽ ഇഷ്യൂ എന്തെന്ന് കണ്ടുപിടിക്കണം. ഇതൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് പണികൾ നാളെ കാലത്തുണ്ട്. അതിന് ശേഷമേ നാളെ കാലത്തെ വണ്ടി എടുക്കാനായിട്ട് സാധിക്കൂ. അലൻ ബാക്കിൽ കാണുന്നില്ല. എത്തി. അപ്പോൾ വണ്ടി റോട്ടേക്ക് ചെയ്യാം. അലൻ ബാക്കിൽ തന്നെ ഉണ്ട്. അലന് ഒരു സൈഡിൽ മാത്രം വെളുത്ത ലൈറ്റാണ്. അപ്പോൾ അലനെ എനിക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് മിററിൽ നോക്കിയിട്ട്. നടുവിലൊരു മെയിൻ ലൈറ്റും സൈഡിൽ ഒരു സിംഗിൾ LED ലൈറ്റും ഉള്ളതാണ് അലൻ. രാജിയെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നന്നാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. 100 കിലോമീറ്റർ ചുറ്റിയാണ് നമ്മൾ പോകേണ്ടത്. ഇതാണ് നല്ല റോഡ് എന്നും ഇവിടെയുള്ള ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് കാരണമാണ് ഈ റോഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പോൾ അതിലേക്കുള്ള എൻട്രി ഇവിടെ മറ്റുള്ള ലോറികളും കാറുകളും ബസ്സുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഈ വഴിയിലേക്ക് പോകുന്നുണ്ട്. ബഗ്ദോദര 128 കിലോമീറ്റർ. ബഗ്ദോദര ഞങ്ങൾ പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഞങ്ങൾ നോക്കണം. ഞങ്ങൾ ഇന്നോവ കാറിൽ ഭൂട്ടാനിൽ വന്ന സമയത്ത് ഞങ്ങൾ ഈ റോട്ടിൽ കൂടെ വരികയായിരുന്നു. അപ്പോൾ അന്ന് ഈ കോൺക്രീറ്റ് റോഡിൻ്റെ പണി നടക്കുകയാണ്. കംപ്ലീറ്റ് പൊടിയായിട്ട് അന്ന് ഇന്നോവ കാറിലായിരുന്നു വന്നിരുന്നത്. കേരളത്തിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ടാണ് വന്നത്. അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോഗ്രാഫിങ്ങും വൈഫിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കാണാം. എനിക്ക് തോന്നുന്നു പബ്ലിക്കാന്ന് തോന്നുന്നു, ആർക്കും കാണാവുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ വഴി കംപ്ലീറ്റ് പണിയെടുക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ എത്തുന്നത്. ഈ ബഗ്ദോദര എന്ന് പറയുന്നിടത്താണ് ഈ പ്രദേശത്തിലേക്കോ അല്ലെങ്കിൽ ഭൂട്ടാനിലേക്കോ പോകുന്നതിന് വേണ്ടിയുള്ള എയർപോർട്ട്. ഈ ബഗ്ദോദര എയർപോർട്ടാണ്. അപ്പോൾ അതുവരെ പണിയായിരുന്നു അന്ന്. ഇപ്പോൾ പണിയെല്ലാം കഴിഞ്ഞു. അവിടുന്ന് സിലിഗുരിയിലേക്ക് പിന്നീടും ഒരു 30 കിലോമീറ്റർ സംതിങ് ഉണ്ട്. ആ റോഡിൻ്റെ അന്ന് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല റോഡായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഡോക്ടർ റോഷൻ്റെ കൂടെ ഇങ്ങോട്ട് വന്ന ഇത് സിലിഗുരി വഴി തന്നെ വന്നപ്പോഴും ഞങ്ങൾ ഈ റോഡ് വന്നപ്പോൾ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നല്ല റോഡ് ആയിരുന്നു. കുക്കുവിൻ്റെ വണ്ടിയുടെ ലൈറ്റിൻ്റെ ഇഷ്യൂ ഇവിടെ ഒരു മെക്കാനിക്കിനെ കാണിച്ചു. അത് അവർ പറഞ്ഞ അവർക്കറിയില്ല എന്ന് തോന്നുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. പവർ ലൈറ്റിന് കൂടിയത് കൊണ്ടാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നാളെ റോയൽ എൻഫീൽഡിൽ ഒന്ന് കാണിച്ച് നോക്കാം. അവരിനി പുറമെ ചെയ്ത് ലൈറ്റായത് അവർ
ചെയ്യോ നോക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അവർ നോക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കാണിക്കാം. ഇല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. സിലിഗുരി ഒരു വലിയ ടൗണാണ്. എൻ്റെ വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കുക, കൈ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. 10-50 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മോഡ് ചെറുതാക്കുക. സ്പീഡ് കുറയും എന്നുള്ളതുകൊണ്ട് 2 മണിക്കൂർ കൊണ്ട് ആവറേജ് നമുക്ക് എത്താനായിട്ട് പറ്റും. ആവറേജ് 50 കിലോമീറ്ററാണ്. 80-ൽ ഞാനിപ്പോൾ പോവുകയാണെങ്കിലും. അപ്പോൾ ഏകദേശം ടൈം ഇപ്പോൾ 7 മണി. എത്താനുള്ള സമയം കാണിച്ചിരിക്കുന്ന 9:30. അപ്പോൾ 9 മണി 9:15 നമ്മൾ സിലിഗുരിയിൽ എത്തും. ഇതേപോലെ റോഡിൽ ചുമ്മാ കൈ കൊടുത്ത് 2 മണിക്കൂർ ഇരിക്കണം. ഇനി ബോറടിയൊന്നുമില്ല, നല്ല രസമുണ്ട് കേട്ടോ. പറയുന്നത് കേട്ടാൽ വളരെ ബോറടിക്കുന്ന പോലെ തോന്നും. പക്ഷേ ഓടിക്കുന്നത് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല സുഖമുള്ള പരിപാടിയാണ്, രസമുള്ള പരിപാടിയാണ്. ആണുള്ളത് 60 കിലോമീറ്റർ. ബഗ്ദൂദിലേക്ക് 55 സംതിങ്. അവിടുന്ന് സിലിഗുരിക്ക് 9 കിലോമീറ്ററാണ് അവിടെ നിന്നുള്ളത്. നല്ല റോഡുകളാണ്. ഇടയ്ക്ക് ചില ഈ കൃഷിക്കാർ നെല്ല് റോഡിലിട്ട് ഉണക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ വീപ്പക്കുറ്റികൾ വെച്ചിട്ട് റിഫ്ലക്ടറൊന്നും ഇല്ലാത്തതാണ്. അതൊരു റിസ്കി സിറ്റുവേഷനാണ്. അതൊഴിച്ചാൽ ബാക്കി റോഡ് വളരെ നല്ല റോഡുകളാണ്. ഇരുട്ടായതുകൊണ്ട് സൈഡിലെ പാടങ്ങളാണ് മെയിൻലി. ഇവിടെ എല്ലാവരും ഈ വഴിയിലെല്ലാം കൃഷിയാണ് നടക്കുന്നത്. വലിയ ഫാക്ടറികളോ കാര്യങ്ങളൊന്നും തന്നെ ഈ ഭാഗങ്ങളില്ല. നമ്മൾ വെസ്റ്റ് ബംഗാളിലാണ് ഇപ്പോൾ നിലവിൽ. സ്വാഭാവികമായും ഫാക്ടറികൾ കുറവാണല്ലോ. അങ്ങനെ അപ്പോൾ അതങ്ങനെ സിലിഗുരി പോയി കഴിഞ്ഞാൽ അടുത്തത് ജയ്ഗാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഭൂട്ടാൻ പോകുന്നുണ്ടെങ്കിൽ പോകേണ്ടുന്ന സ്ഥലം അത് ഏകദേശം 30 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വണ്ടിയും കൊണ്ട് വേണമെങ്കിൽ ഒരു ദിവസം വേറെ പാസ്സൊന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് ഓൺലൈനിൽ പാസ് എടുത്തിട്ട് അവിടെ നിഫ് എന്ന് പറഞ്ഞ ജംഗ്ഷൻ അവിടുത്തെ സിറ്റിയിലേക്കാണ് കയറുന്നത്. അവിടെ വേണമെങ്കിൽ രാത്രി 10 മണി വരെ സ്പെൻഡ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ഭൂട്ടാനിലൊന്ന് പോകാം. പക്ഷേ ഓൾറെഡി 1-2 പ്രാവശ്യം അവിടെ പോയതുകൊണ്ട് എനിക്ക് പോകാൻ വലിയ താല്പര്യമില്ല. ഞാനും അലനും പോയിട്ടുള്ളതാണ് ഭൂട്ടാൻ. അത് കാരണം ഞങ്ങൾ സിലിഗുരി തന്നെ നിന്ന് പിന്നീട് എങ്ങനെ പോകണം എന്നുള്ള എവിടേക്ക് എന്നുള്ളത് തീരുമാനിക്കും. ടോൾ ഗേറ്റ് എത്തിയിരിക്കുന്നു. അപ്പോൾ കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെയാണെന്ന് തോന്നുന്നു വെസ്റ്റ് ബംഗാളിലേക്ക് കയറുന്ന സ്ഥലം. അവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വണ്ടികൾ അവർ നോക്കുകയും നമ്പറുകൾ ഫോണിൽ നോക്കി വണ്ടികൾ തിരഞ്ഞ് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചെക്ക് പോസ്റ്റ് ആവാൻ തന്നെയാണ് സാധ്യത. ഇത് ഭയങ്കര ട്രാഫിക്കുമാണ് ഇവിടെ. കുക്കു ഫ്രണ്ടിലേക്ക് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ലെഫ്റ്റ് പിടിച്ച് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നോക്കട്ടെ. അതെ, ലെഫ്റ്റ് പിടിച്ച് പോയാൽ അതാണ് ആരോഗ്യത്തിന് നല്ലത്. ഇതുവരെ അത് കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് പിടിച്ച് പോകേണ്ടി വരും എന്നുള്ള സംശയമില്ലായകയില്ല. ലെഫ്റ്റ് തന്നെ കയറിപ്പോകാം. നോക്കട്ടെ. അല്ലെന്നെ അവിടെ അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ നോക്കി നിൽക്കും. അങ്ങനെ രണ്ടുപേരും
ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ്. ഇവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. അല്ലെങ്കിലും ഇവിടെയാണെങ്കിലും ഹോട്ടൽസ് നല്ലതാണ്. ഇന്നലെ താമസിച്ച പോലെയുള്ള സ്ഥലത്തുള്ള ഹോട്ടൽസ് പോലെയല്ല, നല്ല ഹോട്ടലാണ്. ഹോട്ടൽ ഫുഡാണെങ്കിലും നല്ലത് കിട്ടും. ഹോട്ടലിലേക്കുള്ള യാത്രയാണ്. ഹോട്ടൽ ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞത്. ഇറ്റ്സി ബൈ ട്രീവോ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇതാണ് ഹോട്ടൽ. ഹോപ്പ്ഫുള്ളി നോക്കട്ടെ, ഹോട്ടലാണ്, ബാറാണത്. ഗുപ്ത ഓഫ് കൗണ്ടർ സപ്പോസ് ടു ബി ദിസ്. ആ ലെഫ്റ്റ് സൈഡിൽ ഇതാണോ? അതാണോ? ദ വില്ല റിട്രീറ്റ്. താഴത്ത് തന്നെ ബാറും ഉണ്ട്. ബീഹാറിൽ മദ്യം കിട്ടാത്തതുകൊണ്ട് നമ്മൾക്ക് ഈ മാഹി പോലെ ഉള്ള സ്ഥലമാണിത്. യെസ്, അപ്പോൾ ഇത് തന്നെയാണ് ഹോട്ടൽ. കുഴപ്പമില്ല, ട്രിപ്പ് ആയതുകൊണ്ട് ഏറ്റവും ഒരു മിനിമം ഗ്യാരണ്ടി എന്തായാലും ഉണ്ട് നമുക്ക്. അത് കൺഫേം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുന്നു. അങ്ങനൊരു യാത്ര സിലിഗുരി എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ നോർത്ത് ഈസ്റ്റ് യാത്രയുടെ ആദ്യത്തെ ഒരു ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഞാൻ ആസാമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ശരിക്കും ആരംഭിച്ചിരിക്കുകയാണ്.